എട്ടുന്ന ഒരു തട്ടിപ്പിന്റെ കഥയിലേക്കാണ്. വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, AI തന്നെയാണ്. നഷ്ടമായതാവട്ടെ 1, 2 ഒന്നും അല്ല, 207 കോടി രൂപ. ഹോങ്കോങ്ങിലെ ഒരു കമ്പനിയാണ് തട്ടിപ്പിനിരയായത്. തട്ടിപ്പ് നടത്തിയത് അതേ കമ്പനിയുടെ മേലുദ്യോഗസ്ഥരുടെ മുഖങ്ങൾ ഡീപ് ഫേക്ക് ചെയ്തു. നമ്മളെ രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് കണ്ടു. അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കർ വന്നു. അതിനൊക്കെ പുറമെ നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം തന്നെ ഈ വാട്സാപ്പില് ഡീപ് ഫേക്ക് വഴി വീഡിയോ കോൾ ചെയ്താണ് അദ്ദേഹത്തിന്റെ കാശ് പോയത്. ഇപ്പൊ ഒരാള് നമ്മളെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ആപ്പിലൂടെ ഒരു വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തി തന്നെ ആണോ, ഇനി മറ്റാരെങ്കിലും ഇതുപോലെ കൽപ്പിക്കാനായി തട്ടിപ്പിന് വിളിക്കുകയാണോ എന്നൊക്കെ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. അതായത് ഈ ഹോങ്കോങ്ങിൽ അത് വലിയൊരു തട്ടിപ്പായി എന്നുള്ളതാണ്. 207 കോടി രൂപയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു തട്ടിപ്പിന് ഇരയാകുക എന്ന് പറയുന്നത് ഒരു കമ്പനിയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തകർച്ചയിലേക്ക് തന്നെ വഴിവെക്കുന്ന സംഭവം. ഈ കമ്പനിയിലൊരു മുതിർന്ന ധനകാര്യ ഉദ്യോഗസ്ഥന്, അക്കൗണ്ട്സ് ഒക്കെ സെക്ഷനിലൊക്കെ ജോലി ചെയ്യുന്ന മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന് പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു ഔദ്യോഗിക കോൾ ലഭിക്കുകയാണ്. അതായത് ഈ മീറ്റിംഗ്